കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എന്ന പേരിൽ പരിസ്ഥിതി സംവേദക മേഖലകൾ തിട്ടപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശക്തമായ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന കർഷകരെയോ പൊതുജനത്തെയോ വിശ്വാസത്തിലെടുക്കാതെ സുതാര്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ എടുക്കുന്ന ഈ തീരുമാനം മുന്നോട്ട് വെക്കുന്ന ആശങ്ക നിസ്സാരമല്ല. ഈ വിഷയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ബഫർ സോൺ മലയോര ജനതയെ പെരുവഴിയിലാക്കുമോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ഇൻഫാം ദേശീയ സെക്രട്ടറി ജനറൽ ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ശ്രീ അലക്സ് ഒഴുകയിൽ, ഒപ്പം KCBC കമ്മീഷൻ ഫോർ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാൻ ബിഷപ്പ് ജോസ് പുളിക്കലും പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ ജോൺ പെരുവന്താനവും ടെലിഫോണിൽ ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ അലക്സ് ഒഴുകയിൽ, ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ ബഫർ സോൺ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ഒരു തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം ബോധവൽക്കരണങ്ങൾ നടത്തുന്ന ഒരാളാണ് ശ്രീ അലക്സ്. സോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എന്നതിനെക്കുറിച്ച് ലളിതമായിട്ട് ഒന്ന് വിശദമാക്കാമോ? ഓക്കെ, ഇത് സമീപകാലത്ത് തുടങ്ങിയ ഒരു പ്രക്രിയ അല്ല എന്നാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് 18 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കാര്യമാണ്. അതായത് 2002 വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോൾ ജനുവരി 21 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന കേന്ദ്ര വന്യജീവി ബോർഡിന്റെ മീറ്റിംഗിലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന എക്കോ സെൻസിറ്റീവ് സോൺ എന്നതിന്റെ പ്രപ്പോസൽ ആദ്യമായിട്ട് വരുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മള് പൊതുവെ ബഫർ സോൺ എന്ന് പറയുമെങ്കിലും സാങ്കേതികമായിട്ട് ഇത് ബഫർ സോൺ അല്ല, എക്കോ സെൻസിറ്റീവ് സോണാണ്. ഈ എക്കോ സെൻസിറ്റീവ് സോണും ബഫർ സോണും നിയമപരമായിട്ട് രണ്ടാണ്. ഓക്കെ, ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി വനമാണ്. വന നിയമങ്ങളാണ് അവിടെ പ്രായോഗികമാകുകയും അവിടെ ജനങ്ങൾക്ക് യാതൊരുവിധ ലാൻഡ് റൈറ്റ്സ് ഇല്ലാതാവുകയും ചെയ്യും. അത് നിയമപരമായിട്ട് വേറൊരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ ശരിക്ക് എക്കോ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ പരിസ്ഥിതി സംവേദക മേഖല എന്നാണ് സാങ്കേതികമായിട്ട് പറയേണ്ടത്. പക്ഷെ നമ്മൾ മലയാളികൾ പറയാൻ എളുപ്പത്തിന് ബഫർ സോൺ എന്ന് പറയുന്നുള്ളൂ. ആ ഒരു വ്യത്യാസം നോട്ട് ചെയ്യണമെന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ തുടക്കം 2002 ഞാൻ പറഞ്ഞു. 2004 ഈ ഗോവ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോവുകയും ഇന്ത്യയിലെ എല്ലാ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 10 കിലോമീറ്റർ വിസ്തൃതിയിൽ ഖനനങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ കേസിൽ 2006 ഗോവ ഫൗണ്ടേഷൻ അനുകൂലമായിട്ട് വിധി വന്നു. ഇത് രണ്ടുമാണ് ഇതിന്റെ ഒരു തുടക്കം. പിന്നെ ഈ സർക്കാർ കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിൽ നിയമ നടപടികളൊന്നും എടുത്തില്ല. 2011 ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കമ്മിറ്റി കേരള സർക്കാർ രൂപീകരിക്കുന്നത്. അങ്ങനെ ആ കമ്മിറ്റി രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2013 ആദ്യത്തെ കേരളത്തിന്റെ കരട് നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിലേക്ക് പോയി. ആ ഒരു നിർദ്ദേശത്തിൽ കേരളത്തിലെ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും മുഴുവൻ ഒഴിവാക്കിയിരുന്നു. ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2016 ഇതിന്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിരോധാഭാസം. ഇത് റീനോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ 2016 ഇറങ്ങിയ നോട്ടിഫിക്കേഷനെ പറ്റി ആരും അറിഞ്ഞില്ല. അങ്ങനെയല്ല അതിന്റെ പ്രോസസ്സ്. അതിൽ ഞാൻ 2011 ഇറങ്ങിയ നോട്ടിഫിക്കേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇതിന്റെ ഗൈഡ് ലൈൻസിന്റെ കാര്യത്തിൽ. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന പ്രദേശത്തെ ജനങ്ങളുമായി സംവദിക്കണം, ഇതിന്റെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യണം, അവർക്ക് കൃത്യമായിട്ടുള്ള അവബോധം കൊടുക്കണം എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ അതൊന്നും നടന്നിട്ടില്ല. ഈ 2016 ഇറങ്ങിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ 2018 ലാപ്സായി. അങ്ങനെ 2018 ലാപ്സായതിന് പകരം ഇറങ്ങിയ പുതിയ റീനോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് 8 എണ്ണത്തിന്റെ വന്നിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം 24 എണ്ണം ഉണ്ട്. 2016 17 എണ്ണത്തിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരുന്നു. അങ്ങനെ രണ്ടാമത് വരുന്ന 8ാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ ചെറുതായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ അലക്സ്, അങ്ങനെയെങ്കിൽ 23 സ്ഥലത്ത് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ എത്രത്തോളം ജനങ്ങളെ ഇത് ബാധിക്കുന്ന വിഷയമായിരിക്കും? വളരെയധികം. അതായത് ജനങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് എന്റെ വീട്ടിലിരിക്കുന്ന കോഴിക്കോടാണ്. എന്റെ വീടൊക്കെ വരുന്നത് മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിൽ വരുന്ന ഒരു ഏരിയയാണ്.
അതിൽ ഫോറസ്റ്റ് വകുപ്പിന്റെ കണക്കനുസരിച്ച് 5500 പേര് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊരു ഏകദേശം കണക്ക് മാത്രമാണ്. പക്ഷെ സ്ഥലത്തിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷം ഏക്കർ സ്ഥലം കേരളത്തിൽ ഈ പറയുന്ന പരിസ്ഥിതി സംവേദക മേഖലയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. 4 ലക്ഷം. അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വളരെ വലിയ ഒരു പ്രശ്നമാണ് ഇവിടെ ശ്രീ അലക്സ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. KCBC കമ്മീഷൻ ഫോർ ജസ്റ്റിസ്, പീസ് ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാനും കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാനുമായ ബിഷപ്പ് ജോസ് പുളിക്കൽ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ടെലിഫോണിലൂടെ പങ്കെടുക്കുന്നു. ബിഷപ്പ് ജോസ് പുളിക്കൽ, ലക്ഷക്കണക്കിന് മലയോര ജനതയെ വളരെ അപകടകരമായ വിധത്തിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ നിലപാട്? പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയ്ക്ക് വ്യക്തമായ ഭാവാത്മകമായ ക്രിയാത്മകമായ കാഴ്ചപ്പാടാണുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സി പോലെയുള്ള ഔദ്യോഗിക പ്രബോധനങ്ങളൊക്കെ അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. പരിസ്ഥിതി തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ ഈ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ മനുഷ്യൻ്റെ ജീവനും സ്വത്തും അതും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം വന അതിർത്തികൾ നിജപ്പെടുത്തുക, ബഫർ സോണുകൾ നിർണ്ണയിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാകുന്നു. കർഷകർ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ്. അവർ അസംഘടിതരായതുകൊണ്ട് തന്നെ അവരെ അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും സർക്കാരുകൾ മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളത്. മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ഇന്ന് അവർ മനസ്സിലാക്കി വരുന്നു, അവർ ഉണർന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ വലിയൊരു അനീതി അവിടെയുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോഴാണ് അത് കാണുന്നത്. വലിയ ക്വാറികളും റിസോർട്ടുകളും ഒക്കെ അതിൽ നിന്നും സീറോയിലാക്കിയിരിക്കുന്നു. അവിടെ ബഫർ സോണുകളില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം 0 to 10 വരെയുള്ള കിലോമീറ്ററുകൾ ബഫർ സോണുകൾ ആകാമെന്ന് പറയുന്നു. അത് 0 ആകാം, 1, 2 എത്രയാണെങ്കിലും ആകാം. ഇവിടെ കർഷകർ, സാധാരണക്കാരായ പാവപ്പെട്ടവരായ കർഷകർ അവരുടെ കൃഷിയിടങ്ങളെയും താമസ സ്ഥലങ്ങളെയും ബഫർ സോണിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അവരെ കുടിയിറക്കുന്നതിന് തുല്യമാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇനി കർഷകരെ ഒരു കാലത്ത് കുടിയേറ്റക്കാരായിട്ട് കയറിയ കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു വലിയ ഒരു ലോബി, അതിനുവേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സംഘടിതമായിട്ട് വർഷങ്ങളായിട്ട് തന്നെ. ഒരു കാലത്ത് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി, അംഗീകാരത്തോടുകൂടി, പ്രോത്സാഹനത്തോടുകൂടി കുടിയേറിയവരാണിവർ. കൃഷി മേഖലയെ വളർത്തിയെടുത്തവർ, സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് സഹായിച്ചവരാണിവർ. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവരുടെ സ്ഥലങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇപ്പോൾ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരുന്നു. അതിനും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കണം. അടിയന്തരമായിട്ട് സർക്കാർ ഇടപെടേണ്ട ഒരു കാര്യം, ഇത് നോട്ടിഫിക്കേഷൻ്റെ സമയം ഇനി ഇത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. അതായത് കർഷകരുടെ താമസ സ്ഥലങ്ങളും കൃഷിയിടങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കി മാത്രമായിരിക്കണം ബഫർ സോണുകൾ നിജപ്പെടുത്തേണ്ടത്. ഇനി എവിടെയെങ്കിലും അതായത് വനാതിർത്തിക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബഫർ സോണുകൾ നിൽക്കേണ്ടത്. ഇനി എവിടെയെങ്കിലും വനാതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല കൃത്യമായെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നറിയുന്നു, വനാതിർത്തികൾ നിർണ്ണയിക്കപ്പെടണം. അവിടെ കർഷകരുടെ ഭൂമിയും താമസ സ്ഥലങ്ങളും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയായിരിക്കണം വനാതിർത്തികൾ നിർണ്ണയിക്കേണ്ടതും. ചുരുക്കത്തിൽ കാർഷിക മേഖലയെ വളർത്തേണ്ട സമൂഹം, സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഒട്ടും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടുകയും കാർഷിക മേഖലയെ വളർത്തുകയും ചെയ്യേണ്ടതാണ്. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണം. അവരുടെ കൃഷിയിടങ്ങളെയും അവരുടെ താമസ സ്ഥലങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ബഫർ സോണുകൾ നിർണ്ണയിച്ച് കേന്ദ്രത്തെ എത്രയും വേഗം അറിയിച്ച് നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ടതാണെന്ന് KCBCയുടെ ജസ്റ്റിസ്, പീസ്, ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ ചുമതലയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആഹ്വാനം ചെയ്യുകയാണ്. അതിന് സർക്കാരിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേയേറെ നല്ല കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്ത സർക്കാർ, പട്ടയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ കാര്യത്തിലും സത്വരമായൊരു ഇടപെടൽ നടത്തി വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കണം എന്ന് അറിയിക്കുന്നു. നന്ദി ബിഷപ്പ് ജോസ് പുളിക്കൽ. പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ ജോൺ പെരുവന്താനം നമ്മളോടൊപ്പം ടെലിഫോണിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ ജോൺ പെരുവന്താനം, ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ബഫർ സോണിനെ കുറിച്ച്, ഈ അടുത്ത കാലത്തുണ്ടായ ഈ ഉത്തരവിനെ കുറിച്ച് താങ്കൾക്ക് എന്ത് നിലപാടാണ് ഇവിടെ അറിയിക്കാനുള്ളത്? ഈ ബഫർ സോൺ എന്നത് മുമ്പ് 10 കിലോമീറ്റർ ആയിരുന്നു. ആ 10 കിലോമീറ്റർ ആയിരുന്ന കാലത്ത് ആരും അത് സംബന്ധിച്ച് ഒരു പ്രശ്നവും ഉണ്ടാക്കി കേട്ടില്ല. ഇപ്പോഴത് 1 കിലോമീറ്റർ ആക്കി ചുരുക്കിയപ്പോഴാണ് വാസ്തവത്തിൽ ആളുകൾക്ക് ആശങ്ക ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ വനത്തിന്റെ ചുറ്റളവിലുള്ള പ്രദേശം ബഫർ സോണായി സംരക്ഷിക്കണം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജൈവ വൈവിധ്യം
വൈൽഡ് ലൈഫും എന്ന് പറയുന്നത്, വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇണക്കി വളർത്താത്ത ജന്തു സസ്യ ജീവജാതികൾ വൈൽഡ് ലൈഫിന്റെ പട്ടികയിലാണ് വരുന്നത്. സ്വാഭാവികമായും ഈ വന്യജീവി സങ്കേതങ്ങളുടെ ചുറ്റളവിലുള്ള പ്രദേശത്ത് മനുഷ്യന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നത് വന്യജീവി സങ്കേതങ്ങൾക്കും അവിടുത്തെ ജീവജാലങ്ങൾക്കും അപകടമുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അവിടെ മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടൽ നിയന്ത്രിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രസ്താവന പ്രഖ്യാപിക്കുന്നത്. അതില് കോറി ഉൾപ്പെടെയുള്ള റെഡ് കാറ്റഗറിയിൽ വരുന്ന വ്യവസായങ്ങൾക്ക് മാത്രമേ അവിടെ തടസ്സമുള്ളൂ. മറ്റ് ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും, ആളുകൾക്ക് വീട് വെക്കുന്നതിനോ കൃഷി ചെയ്യുന്നതിനോ മറ്റ് ഒരു കാര്യങ്ങൾക്കും തടസ്സമില്ല. അപ്പോ കർഷകരുടെ പേര് പറഞ്ഞുകൊണ്ട് ബഫർ സോൺ ഉണ്ടാക്കിയാൽ കർഷകരുടെ ജീവിതം മുഴുവൻ പ്രശ്നമായി കളയും എന്നുള്ള ആശങ്ക പരത്തുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ജനങ്ങളെ തങ്ങളുടെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ പ്രക്ഷോഭവുമായിട്ട്, ഈ ആവശ്യവുമായിട്ട് ഇപ്പോൾ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ഈ വിഷയത്തിൽ വളരെയധികം പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാളാണ് ശ്രീ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ഇവിടെ ശ്രീ ജോൺ പെരുവന്താനം പറഞ്ഞൊരു കാര്യം, ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ശ്രീ അലക്സ് ഉൾപ്പെടെയുള്ള കർഷകർ ശരിക്കും ഇവിടെ സംസാരിക്കുന്നത് കർഷകർക്ക് വേണ്ടിയല്ല, ചില നിക്ഷിപ്ത താല്പര്യമുള്ള ക്വാറികൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചില രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിൽ പല വ്യത്യസ്തമായ അജണ്ടകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ മറുപടി? അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു മറുപടിയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് കർഷകരെക്കുറിച്ചോ പശ്ചിമഘട്ട മേഖലയിലുള്ള ജനവിഭാഗങ്ങളെക്കുറിച്ചോ വന്യജീവി സങ്കേതങ്ങളുടെ ചുറ്റുപാടുകളിൽ താമസിക്കുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെക്കുറിച്ചോ അല്ല. അദ്ദേഹം ചിന്തിക്കുന്നതും പറയുന്നതും പരിസ്ഥിതി പ്രവർത്തകൻ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു പരിസ്ഥിതി മൗലികവാദി എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, ആ നിലയിലാണ്. കാരണം യഥാർത്ഥ ചിത്രം എന്താണ്? പ്രിയപ്പെട്ട അലക്സ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ ആരംഭകാലത്തെക്കുറിച്ച്. വളരെ ശരിയാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല ഇത്. 2002 മുതൽ ആരംഭിച്ച ഒരു പ്രശ്നത്തിൻ്റെ ഒരു അവസാന ചിത്രത്തിലേക്കാണ് ഒരു വലിയ ഓർഡറായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. ഇതിനിടയിൽ നടന്ന 2 പ്രോസസ്സും കൂടെ നമ്മൾ കാണേണ്ടതാണ്. എക്കോ സെൻസിറ്റീവ് സോണും ബഫർ സോണും 2 തരത്തിലാണ് കാണേണ്ടതെങ്കിൽ തന്നെയും ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് എവിടാണ്? കാർബൺ ഫണ്ടിലാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇന്ത്യയിലെ പരിസ്ഥിതി സംഘടനകളും നടത്തുന്ന ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഓപ്പറേഷൻ മാത്രമല്ല, രാജ്യാന്തര ഏജൻസികളുമായി ചേർന്നുള്ള ഒരു അജണ്ടയുടെ ബാക്കിപത്രമാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞ എക്കോ സെൻസിറ്റീവ് സോണ്. യാതൊരു സംശയവുമില്ല. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ശ്രീ പെരുവന്താനം ജോൺ ക്വാറി മാഫിയകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമമെന്ന് പറയുകയുണ്ടായി. ഇത്രയും അബദ്ധജടിലമായ ഒരു പ്രസ്താവന യാതൊരു വിധത്തിലും നീതീകരിക്കാനാവുന്നതല്ല. കാരണം ക്വാറികൾ നടത്തുന്ന ഒരു വ്യക്തിയും കർഷകനല്ല. കർഷകർക്ക് ക്വാറികളില്ല. ക്വാറി മാഫിയകൾക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പരിസ്ഥിതിവാദികളാണ് ക്വാറി മാഫിയകളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് ക്വാറി മാഫിയകളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് വേറെ വേദനാപൂർവം ഒരു കർഷക പ്രതിനിധി എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാറുകളുമായിട്ടുള്ള ബിസിനസിന്റെ പിന്നാമ്പുറങ്ങളെല്ലാം ചെന്നെത്തുന്നത് എവിടെയാണ്? ചില നിയമനിർമ്മാണങ്ങളിലേക്കും കോടതി വിധികളിലേക്കുമാണ്. ഈ കോടതി വിധികളിൽ കക്ഷി ചേരുന്നത് പലപ്പോഴും ആരാണ്? പരിസ്ഥിതി സംഘടനകളാണ്. അവസാനം ക്വാറികൾക്ക് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ച് ക്വാറികളുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിവാദികളും പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുമാണ്.
കോരുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിവിടരുന്ന ഒന്നല്ല, ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ദിവസങ്ങളും മാസങ്ങളും എടുത്തതിന് ശേഷമാണ് ഒരു പ്രദേശത്തേക്ക് കോറികൾ വരുന്നത്. അത് സർക്കാരിന്റെ നിയമങ്ങളുണ്ട് അതിന് പിന്നില്. പരിസ്ഥിതിവാദികൾ തിരുത്തേണ്ടത് സർക്കാരിനെയും സർക്കാരിന്റെ നിയമങ്ങളെയുമാണ്. പാവപ്പെട്ട കർഷകരുടെ മേൽ കുതിര കയറുകയല്ല ചെയ്യേണ്ടത്. എക്കോ സെൻസിറ്റീവ് സോണിന്റെ പേരില് അല്ലെങ്കിൽ ഗാഡ്ഗിൽ സമിതിയുടെ റിപ്പോർട്ടിന്റെ പേരില് പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോലമാക്കിക്കൊണ്ട് ജനങ്ങളെ കുടിയിറക്കുന്ന അജണ്ടയുടെ പേരില് പാവപ്പെട്ട കർഷകരുടെ മേൽ കുതിര കയറാതെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിയമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുവാന് പരിസ്ഥിതി സംഘടനകൾ കൂടി മുന്നോട്ട് വരണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് ഡോക്ടർ വി സി സെബാസ്റ്റ്യൻ. ശ്രീ അലക്സ് ഒഴുകയിൽ, ഇത് നടപ്പാക്കി കഴിയുമ്പോൾ ഇത് കർഷകരെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം ഇത് വരുത്താൻ പോവുക? ഓക്കെ, ഇതില് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പേജ് നമ്പർ 26 കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഏതൊക്കെ നിയമങ്ങളാണ് ഇവിടെ ബാധകമാകുക. ഈ പറയുന്ന ESZ അതായത് എക്കോ സെൻസിറ്റീവ് സോൺ വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ നിയമങ്ങൾ ഈ പറയുന്ന പ്രദേശത്ത് ബാധകമാകും. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് വരാൻ പോകുന്നത് ഇന്ത്യൻ വന നിയമം. അതായത് 1927 ഇന്ത്യൻ വന നിയമം, 1972 വന്യജീവി സംരക്ഷണ നിയമം, 1980 ഫോറസ്റ്റ് സംരക്ഷണ നിയമം. ഇങ്ങനെയുള്ള വന നിയമങ്ങളായിരിക്കും ഇവിടെ ബാധകമാകുക എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ പേജ് നമ്പർ അടക്കം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഇപ്പൊ നിലവിൽ റവന്യൂ നിയമങ്ങൾ മാത്രം ബാധകമായ കർഷകരുടെ കൃഷിയിടങ്ങളിൽ വന നിയമങ്ങൾ ബാധകമാകും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. വന നിയമങ്ങൾ വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകാൻ പോവുക? വന നിയമങ്ങൾ വന്നു കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വനത്തിലെ നിയമങ്ങൾ, അതായത് വനത്തിൽ നമ്മുടെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന ഒരു വന്യജീവിയെ നമുക്ക് സ്വയം ജീവരക്ഷാർത്ഥം വേണമെങ്കിൽ അതിനെ കൊല്ലാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പൊ പന്നിയെ ശുദ്ധജീവിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് വളരെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ കിഫ അതുമായി ബന്ധപ്പെട്ട് ഒരു നിൽപ്പ് സമരമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ESZ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ലാതാവും. അതാണ് എന്റെ വേറൊരു പ്രശ്നം. പിന്നെ അല്ലാതെ നിയന്ത്രണങ്ങൾ എന്ന് വെച്ചാൽ വളരെ വലിയ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. നിയന്ത്രണങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതാണ്. അതായത് പൂർണ്ണമായി നിരോധിക്കപ്പെടുന്ന 7 കാര്യങ്ങളുണ്ട്, നിയന്ത്രിക്കപ്പെടേണ്ട 21 കാര്യങ്ങളുണ്ട്, പിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ 10 ഐറ്റം. അങ്ങനെ മൊത്തം 34 കാര്യങ്ങളുടെ ലിസ്റ്റാണ് ഈ പറയുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്ന നിയന്ത്രണങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം. ഇപ്പൊ നേരത്തെ ജോൺ പേരോന്താനം പറഞ്ഞു, കർഷകര് എന്താ പറയുക മറ്റു ചില സ്ഥാപിത താല്പര്യക്കാരുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോറി മാഫിയാണെന്ന് പറയുന്നു. കോറി നിരോധിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. നിരോധിക്കപ്പെടേണ്ട 7 കാര്യങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് വരുന്നതാണ് കോറികൾ നിരോധിക്കുന്നതിന് ഞങ്ങൾ കർഷകർക്ക് യാതൊരു എതിർപ്പുമില്ല. ഓക്കെ, വൻകിട മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന വൻകിട വ്യവസായങ്ങൾ നിരോധിക്കുന്നതിൽ ഞങ്ങൾക്ക് കർഷകർക്ക് യാതൊരു എതിർപ്പുമില്ല. അതിന്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഓക്കെ, അവിടെയല്ല പ്രശ്നം. ഈ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന 21 ഐറ്റംസിൽ കർഷകരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പ്രദേശം ESZ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രദേശത്തിന്റെ വികസനം പരിപൂർണമായിട്ട് നിന്നു പോകുന്ന രീതിയിലാണ് അതിൽ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും നിരോധിച്ചിരിക്കുകയാണ്. അതിന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. എന്ന് വെച്ചാൽ വാണിജ്യം എന്ന് പറയുമ്പോൾ കടമുറി പോലും വാണിജ്യമാണ്. ഇല്ല, അതെ, നമ്മൾ 2 തരത്തിലാണ് കെട്ടിടങ്ങൾ വരിക. റെസിഡൻഷ്യൽ ആവശ്യം, വാണിജ്യ ആവശ്യം. വാണിജ്യ ആവശ്യത്തിനുള്ള എല്ലാ തരം കെട്ടിടങ്ങളും സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. സാധാരണ ഇതിൽ അതാണ് പറയുന്നത്. വനനിയമം വന്നാലുള്ള കുഴപ്പമാണിത്. ഇപ്പൊ നിലവിൽ നമുക്കൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കടമുറി പണിയുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോകുന്നു, വില്ലേജിൽ പോകുന്നു, അവർക്ക് പേപ്പർ വാങ്ങി നമ്മൾ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നു. ഈ നിയമം വന്നാൽ അത് നടക്കില്ല. ഒരു ചെറിയൊരു കടമുറി പണിയണമെങ്കിൽ പോലും DFO അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ പെർമിഷൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് കർഷകരെ ഏറ്റവും അധികം ബാധിക്കുന്ന വേറൊരു കാര്യമാണ് കൃഷി എങ്ങനെ കൃഷി ചെയ്യണം, എന്ത് കൃഷി ചെയ്യണം എന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുന്നു. അതായത് കോഴിക്കോട് DFO പുറത്തിറക്കിയ മലയാള പരിഭാഷയിൽ ഐറ്റം നമ്പർ 20 അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിലവിലുള്ള കർഷകരുടെ എല്ലാത്തരം കൃഷികളും, അതായത് കന്നുകാലി വളർത്തൽ ഉൾപ്പെടെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ആവശ്യത്തിന് മാത്രമേ കൃഷി ചെയ്യാവൂ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ മലയോര മേഖല അറിയാമല്ലോ. ഇപ്പൊ റബ്ബർ, തെങ്ങ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനം നമുക്ക് വേണ്ടി ഉത്പാദിപ്പിക്കുന്നതല്ല, വിൽക്കാൻ വേണ്ടി ഉത്പാദിപ്പിക്കുന്നതാണ്. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ലേ?
വ്യക്തമാണ്. അതായത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ് ഇത് നടപ്പായാൽ എന്നാണ് ശ്രീ അലക്സ് ഒഴികൽ ഇവിടെ പറഞ്ഞത്. അടുക്കൽ വി സി സെബാസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ഉത്തരവ് ഇങ്ങനെ ഒരു ശൂന്യതയിൽ നിന്നുണ്ടാവുകയില്ലല്ലോ. ഇതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? അതായത് ഇത് ആരുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വേണ്ടേ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ? അല്ലാതെ ഈ ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ, ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുവാൻ ഒരു സർക്കാരിനും ഇവിടെ അധികാരമില്ല എന്നത് വ്യക്തമാണല്ലോ. ശരിക്കും ഇത് ജനങ്ങൾക്ക് ഇതിനുള്ള അഭിപ്രായം പറയാനുള്ള ഏതെങ്കിലും വേദി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. ജനങ്ങൾക്ക് അഭിപ്രായം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതും പറയുന്നതും ജനപ്രതിനിധികൾ വഴിയാണ്. ജനപ്രതിനിധികൾക്ക് ഇത് പറയുവാനുള്ള അവസരമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിവരാവകാശം വഴി എടുത്തിരിക്കുന്ന രേഖ തന്നെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ പ്രധാനമായിട്ടും തട്ടേക്കാട് പക്ഷിസങ്കേതവും ഇടുക്കി കടുവാ സങ്കേതത്തിൻ്റെ കാര്യത്തിൽ മാത്രം സൂചിപ്പിക്കുകയാണ്. രണ്ടാമത് റീനോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ, MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ഇവർക്കെല്ലാം ഔദ്യോഗികമായിട്ട് നോട്ടീസ് കൊടുക്കുകയുണ്ടായി. ആ നോട്ടീസിന്റെ ഒരു കോപ്പിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഈ നോട്ടീസ് പ്രകാരം 11/12/2019 ഇടുക്കി കടുവാ സങ്കേതത്തിന്റെ മീറ്റിംഗ് നടന്നത്. പക്ഷെങ്കിൽ ഇവിടെ കണ്ട ഒരു കാര്യം, രേഖാമൂലമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ MP-യോ നമ്മുടെ MLA-മാരോ ജനപ്രതിനിധികളോ ഇവിടെ എത്തുകയോ അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ട് ഇപ്പോൾ വലിയ പ്രസ്താവന നടക്കുന്ന പലരും ഈ ഒരു അവസരം ഉണ്ടായ സമയത്ത് ഇതിൽ പങ്കെടുത്തിട്ടില്ലെന്നാണോ ശ്രീ വി സി സെബാസ്റ്റ്യൻ പറയുന്നത്? അതിന്റെ ഞാൻ പറയുന്നതല്ലല്ലോ, ഗവൺമെന്റ് ഔദ്യോഗികമായി തന്നിരിക്കുന്ന രേഖയിൽ പങ്കെടുത്തവരുടെ ഒപ്പ് സഹിതം പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാണ്. ഒപ്പ് സഹിതം അത് ന്യൂസിന് ഞാൻ തരാം, TV-ക്ക് ഞാൻ തരാം. ഇത് വളരെ വ്യക്തമായിട്ട് രേഖാസഹിതം പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ്? രണ്ടാമത് റീനോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. അതായത് 2019 അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് പ്രിയപ്പെട്ട അലക്സ് സൂചിപ്പിച്ചതുപോലെ 2002 മുതലുള്ള പ്രോസസ്സ് പലതും ജനങ്ങൾ അറിയപ്പെടാത്തതാണ്. ഈ റീനോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 0 തൊട്ട് 1 കിലോമീറ്റർ വായു ദൂരത്തിലേക്ക് ഇക്കോ സെൻസിറ്റീവ് സോണിനെ ഉദ്ദേശിച്ചുകൊണ്ട് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ മുന്നൊരുക്കമായിട്ടാണ് ഈ മീറ്റിങ്ങുകൾ വിളിച്ചത്. എന്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ പങ്കെടുത്തില്ല? അവർക്ക് ഉത്തരവാദിത്തമില്ലേ? അതിനുശേഷം അതിന്റെ ഡ്രാഫ്റ്റ് വരുമ്പോഴാണ് പൊതുജന സമൂഹത്തിന് 60 ദിവസത്തെ കാലാവധിക്കുള്ളിൽ മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള അവസരം. അതൊരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ്. അല്ലാതെങ്കിൽ ആദ്യമേ തന്നെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മൊത്തം ജനങ്ങളെ വിളിച്ചു കൂട്ടിയുള്ളത് പ്രായോഗികമല്ല. പക്ഷേ അങ്ങനെയെങ്കിൽ ഇതിൽ കർഷക സംഘടനകളെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നോ ഈ ചർച്ചയിൽ? കർഷക ഔദ്യോഗിക സ്വഭാവമുള്ളവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത് വില്ലേജ് ഓഫീസർ, അവർക്ക് നിലപാടൊന്നുമില്ല. അവർക്ക് പരിസ്ഥിതി സംരക്ഷണം അല്ലല്ലോ അവർക്ക് പ്രധാനം. അവർക്ക് കാർബൺ ഫണ്ടിന്റെ ബാക്കി പത്രം വീതം വെച്ച് കിട്ടുന്നതിനെ കുറിച്ചുള്ള ലക്ഷ്യമല്ലേ ഉള്ളൂ. അത് ഫണ്ട് എങ്ങനെ വനം വകുപ്പിന് കൂടുതൽ ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശം മാത്രമേ നല്ലൊരു ശതമാനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ളൂ. മറിച്ച് മറ്റൊരു വിഭാഗത്തിന് അവരെ വേറൊരു ലൈനിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നമല്ല പലർക്കും. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. താമസിക്കുന്ന ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നവരെ പ്രതിനിധീകരിച്ചു വരുന്ന ജനപ്രതിനിധികള് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇപ്പോൾ ഇലക്ഷൻ വരുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അടുത്ത നിയമസഭാ ഇലക്ഷൻ വരും. കർഷക സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ കൂട്ടരെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തും. പക്ഷെ കർഷക സംഘടനകളെ ഒന്നും ഈ പറയുന്ന മീറ്റിങ്ങുകളിൽ വിളിച്ചിട്ടില്ല. ശ്രീ ജോൺ പെരുവന്താനം, താങ്കളുടെ ഈ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾ അല്ലെങ്കിൽ വലിയ ആശയങ്ങൾ ഇവിടെ പങ്കുവച്ചു. എന്നാൽ ഈ പറയുന്ന ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോണിൽ ഊരാലുങ്കലെ ക്വാറിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് സർക്കാരിന് വേണ്ടപ്പെട്ട പലരെയും ഇതിൽ നിന്ന് വളരെ ബോധപൂർവം ഒഴിവാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിയണമല്ലോ. സർക്കാർ തന്നെ നടത്തിയ ഒരു കണക്കിൽ കേരളത്തിലെ 5746 അനധികൃത ക്വാറികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഏകദേശം 200 കോടിയോളം രൂപ ഈ പറയുന്ന ക്വാറികൾ കേരളത്തിലെ പലർക്കും വീതം വെച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കാൻ എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ശ്രീ ജോൺ പെരുവന്താനം, എന്തുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ ഇത്തരം ക്വാറികൾ ഇതിൽ പെട്ടതിൽ പ്രതിഷേധിക്കാത്തത്? അതായത് താങ്കൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു ഇരട്ട താപ്പല്ലേ ഇതിൽ നിന്ന് പുറത്താകുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഖനന പ്രവർത്തനങ്ങൾക്കും എതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ നടപടികൾ നിയമം മൂലം നടപ്പാക്കേണ്ട ഭരണാധികാരികൾ, സർക്കാർ, അവര് ഇവിടുത്തെ ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ട് നിയമത്തെ വളച്ചൊടിക്കുകയും നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അല്ലെങ്കിൽ നിയമത്തെ അവഗണിക്കുകയും ചെയ്തുകൊണ്ട് ക്വാറി മാഫിയയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതി നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പരാതികൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ പെരുപ്പം ഭൂമിയിലെ ഇതര ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. എർത്ത് ഓവർഷൂട്ട് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വർഷം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രകൃതി വിഭവങ്ങൾ ഏതാണ്ട് ഈ വർഷത്തെ എർത്ത് ഷൂട്ട് ഓഗസ്റ്റ് 22 ആയിരുന്നു. ഓഗസ്റ്റ് 22 ആയപ്പോഴേക്കും അത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് വരുന്ന വർഷത്തേക്കുള്ള വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിൽ മനുഷ്യർ ജീവിക്കാൻ 1.5 ഭൂമിയിൽ കൂടുതൽ, അതാണ്ട് 1.6% ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇന്നത്തെ ജനസംഖ്യയ്ക്ക് ഈ ഭൂമി ജീവിക്കാൻ 2 ഭൂമി വേണ്ടിവരും. അതാണ് അവസ്ഥ. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ഉപഭോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ശ്രീ അലക്സ് ഒഴികയിൽ നമ്മൾ കാണുന്ന ഈ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാകാം, ഈ EEZ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലുള്ള സംഭവം ഉണ്ടോ എന്ന് പറഞ്ഞൊരു സംശയം കാണാം. എൻ്റെ ഒരു സംശയം ഇതാണ്, ഇത് നടപ്പായ ഏതെങ്കിലും സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത് നടപ്പായ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? അങ്ങനെ നമുക്ക് അടുത്ത് ഉദാഹരണം പറയാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലങ്ങളെ കുറിച്ച് താങ്കൾക്ക് പറയാനുണ്ടോ ശ്രീ അലക്സ്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ അധിക ദൂരം ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ വരെ ഒന്ന് പോയാൽ മതി. ഗൂഡല്ലൂർ 10 വർഷം മുമ്പാണ് അവിടെ ആദ്യമായിട്ട് ഈ പറയുന്ന EEZ നടപ്പാക്കിയത്. അങ്ങനെ നടപ്പാക്കിയപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വീതിയിലായിരുന്നു നടപ്പാക്കിയിരുന്നത്. ഇപ്പോൾ വന്ന് ഏകദേശം ഗൂഡല്ലൂർ താലൂക്കിന്റെ ഗൂഡല്ലൂർ പട്ടണം ഒഴികെ ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഈ പറയുന്ന EEZ ആയിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ മെമ്പർമാർ അവിടെ ഉണ്ട്. അവിടുന്ന് വന്ന ആക്ച്വൽ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, പ്രാണഭയം മൂലം ആൾക്കാർ അവിടുന്ന് കുടി ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഗൂഡല്ലൂർ പട്ടണത്തിലടക്കം കാട്ടുപോത്തും ആനയും പുലിയും മാർച്ച് പാസ്റ്റുകൾ നടത്തുന്നു. 2 ആഴ്ച മുമ്പ് തന്നെ അവിടെ വിറക് പറക്കൊണ്ടിരുന്ന സ്ത്രീയെ പുലി കടിച്ചു വന്നതിന്റെ ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ അയച്ചുതരാം, ഷെക്കിന ടിവിക്ക് അയച്ചുതരാം. പിന്നെ അവിടെ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ നിയന്ത്രണങ്ങളല്ല. അതായത് മരം മുറിക്കാൻ നിയന്ത്രണങ്ങളുണ്ട്. മരം മുറിക്കുന്നത് മാത്രമല്ല, മരത്തിന്റെ ചോല വെട്ടാൻ പോലും ഇപ്പൊ ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നം. ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഒരു പുതിയ വീട് പണിയാൻ പറ്റുന്നില്ല, സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ വായ്പ കിട്ടുന്നില്ല. എന്ത് ചെറിയ കാര്യത്തിനും പെർമിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ജില്ലാ ആസ്ഥാനമായ ഊട്ടിയിൽ പോകണം. ഉദാഹരണത്തിന് ഇപ്പം തട്ടേക്കാടിന്റെ കാര്യം പറഞ്ഞു. തട്ടേക്കാട് എന്ന് പറയുന്ന പക്ഷിസങ്കേതം കുട്ടമ്പുഴ പഞ്ചായത്തിലാണ്, അത് എറണാകുളം ജില്ലയിലാണ്. ഈ പറയുന്ന തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനാണ്. അദ്ദേഹം ഇരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ്. തട്ടേക്കാട് ഭാഗത്തുള്ള ആൾക്കാർക്ക് എന്ത് ചെറിയ പെർമിഷനും കട്ടപ്പനയിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പിന്നെ വാണിജ്യം, വ്യവസായം എന്നിവ ഏകദേശം പരിപൂർണമായിട്ട് നിന്നു. വന്യജീവി ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ പറയുന്നത് ഇത് EEZ ആണ്, ഇക്കോ സെൻസിറ്റീവ് സോൺ ആണ്, ഇവിടെ വന്യജീവികൾക്ക് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. ജനപ്രതിനിധികൾക്ക് യാതൊരു റോളും ഇല്ല, അവർക്ക് ഡമ്മികളാണ്, അവർക്ക് യാതൊരു അധികാരമില്ലാത്തൊരവസ്ഥയിലാണ്. അതായത് വനം വകുപ്പിന്റെ സമാന്തര ഭരണം, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ കുടിയിറങ്ങി പോവുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ലാത്ത അവസ്ഥയാണ് ഗൂഡല്ലൂർ. ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം.
വളരെ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ശ്രീ അലക്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സംവിധാനം നടപ്പാക്കി കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കും. എന്നാൽ പാവപ്പെട്ട കർഷകർ, ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന കർഷകർ ആ നാട് വിട്ടു പോയാൽ ഇവർക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അവരുടെ ജീവിത വ്യവസ്ഥിതി തന്നെ, സംവിധാനങ്ങൾ തന്നെ ഇല്ലാണ്ടായാൽ ഇവർക്ക് പ്രശ്നമില്ല. ഇവരുടെ പ്രയോറിറ്റി ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ വനത്തിലെ മൃഗങ്ങളൊക്കെയാണ്. അതായത് മനുഷ്യനേക്കാൾ കൂടുതലായിട്ട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന, മനുഷ്യനെ മറന്നുകൊണ്ടുള്ള കപട പരിസ്ഥിതി വാദമാണ് ഇത്തരം രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ വനംവകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, ഈ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ ബഫർ സോണിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്ന ധാരാളം പരിസ്ഥിതി സംഘടനകളെയും പരിസ്ഥിതി പ്രവർത്തകരും നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാതെ അവർ ഓൾറെഡി നമ്മളെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരൊന്നും ഒക്കെ കർഷകരൊന്നുമല്ല, അവർക്ക് സ്ഥാപിതമായ താല്പര്യമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുക. അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. നിതിൻ, അതിലേക്ക് വരുമ്പോൾ ഒരു 3 ചെറിയ കാര്യങ്ങൾ കൂടി എനിക്ക് സൂചിപ്പിക്കാതെ നിർവാഹമില്ല. മറ്റൊന്നുമല്ല, ഇതിന്റെ ചില പിന്നാമ്പുറങ്ങളെ കുറിച്ച്. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു NGOയുടെ പരിസ്ഥിതി സംഘടനയുടെ പേരാണ് ഗോവ ഫൗണ്ടേഷൻ. ബഹുമാനപ്പെട്ട അലക്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2004 ഗോവ ഫൗണ്ടേഷൻ കൊണ്ടുപോയി കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത നാളില് ഈ ഗോവ ഫൗണ്ടേഷൻ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗോവ ഫൗണ്ടേഷൻ അല്ല കേസ് കൊടുത്തത്, അതിന്റെ ഉത്തരവാദിത്വം അവരിലേക്ക് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേസ് കൊടുത്തത് 7 സ്കൂൾ കുട്ടികൾ ചേർന്നാണ്. നീലഗിരിയിലുള്ള 7 സ്കൂൾ കുട്ടികൾ ചേർന്നുള്ള കേസാണ്, ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു ചോദ്യം ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് ചോദിക്കാനുള്ളത്, സുപ്രീം കോടതിയില് മിനിറ്റുകൾ വെച്ച് പണം വാങ്ങിക്കുന്ന വക്കീലന്മാരെ വെച്ച് നീലഗിരി എന്ന എക്കോ സെൻസിറ്റീവ് സോണിൽപ്പെടുന്ന ഗ്രാമത്തിലെ 7 സ്കൂൾ കുട്ടികൾക്ക് കേസ് നടത്തുവാനുള്ള പണം എവിടുന്നാണ് വരുന്നത്? അന്വേഷിക്കേണ്ടതല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഗാഡ്ഗിൽ എക്സ്പെർട്ട് സമിതിയിൽ ഉണ്ടായിരുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഏതാണ്ട് 36 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്ന ഒരു പരിസ്ഥിതി പ്രസ്ഥാനമുണ്ട്. സാക്കോൺ എന്നാണ് അതിന്റെ പേര്. ഈ പരിസ്ഥിതി പ്രസ്ഥാനം ഗാഡ്ഗിൽ റിപ്പോർട്ടിലൂടെ പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോലമാക്കണമെന്നുള്ള നിർദ്ദേശം എക്സ്പെർട്ട് കമ്മിറ്റി മുഖേന സമർപ്പിച്ച പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം തന്നെയാണ് തേനിയിൽ നിന്ന് പൊട്ടിപ്പുറത്തുകൂടെ അങ്ങ് മതികെട്ടാൻ ചോല വരെയുള്ള കണിക പരീക്ഷണത്തിന് പാറ തുറന്ന് നടത്താമെന്നുള്ളതിന്റെ പരിസ്ഥിതി ആഘാത പഠനവും നടത്തിയതെന്നുള്ളതും നമ്മൾ അറിയണം. അതായത് ഇടുക്കി പോലുള്ള ഒരു ജില്ലയുടെ മുകൾ വശത്ത് പരിസ്ഥിതി സംരക്ഷിക്കുക, അടിവശത്തൂടെ പാറ തുറന്ന് കണിക പരീക്ഷണം നടത്തുന്നതിൽ ആഘാത പഠനം നടത്തി കൊടുക്കുക. ഇതൊരു പരിസ്ഥിതിവാദികളുടെ ധനസമ്പാദന മാർഗമല്ലേ? മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടത്, ഈ എക്കോ സെൻസിറ്റീവ് സോൺ ആണെങ്കിലും ESZ ആണെങ്കിലും വരുന്നത് ഇത് ലാൻഡ്സ്കേപ്പ് പ്രോസസ്സാണ്. അതായത് ഇടതൂർന്ന ഒരു സംവിധാനമാണ് ഇതിന് വേണ്ടത്. ഇടതൂർന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഫെസിലിറ്റി എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പരിസ്ഥിതി പ്രസ്ഥാനം, സാമ്പത്തിക സഹായം ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഇടുക്കിയിലെ ചക്കുവള്ളം തൊട്ട് മതികെട്ടാൻ വരെയുള്ള പ്രദേശങ്ങള് ഹൈറേഞ്ച് ലാൻഡ്സ്കേപ്പ് പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് പണസമ്പാദനം നടത്തുന്നതും നമ്മൾ അറിയണം. ഹൈറേഞ്ച് ഇടുക്കി ജില്ലയിൽ, കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഈ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ച പരിസ്ഥിതി സംഘടന ആകട്ടെ തമിഴ്നാട്ടിലെ നീലഗിരിയിലുള്ള പ്രസ്ഥാനവും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ മുഴുവൻ ഒറ്റുകൊടുക്കുന്ന, ക്രൂശിക്കുന്ന, പാവപ്പെട്ട കർഷകനെ അവനെ കുടിയിറക്കാൻ വേണ്ടി അജണ്ട തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ്, പരിസ്ഥിതി മൗലികവാദികളാണ്.
അവരാരും ഈ പറയുന്ന പശ്ചിമഘട്ടത്ത് താമസിക്കുന്നവരൊന്നും അല്ല. നഗരങ്ങളിൽ രാപ്പാർത്ത് സുഖശീതള ഛായയിൽ ഇരുന്നു കൊണ്ട് പ്രൊജക്ടുകൾ ഉണ്ടാക്കി ഇന്റർനാഷണൽ ഏജൻസികൾക്ക് കൊടുത്ത് പണം തട്ടുന്നവരാണ് കോറികളുടെ സംരക്ഷകരും, സർക്കാരിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നവരും, സർക്കാരിന്റെ നിയമങ്ങൾക്ക് ഭേദഗതി വേണമെന്ന് ചോദിച്ചുകൊണ്ട് കോടതികളിൽ കേസ് കൊടുക്കുന്നവരും. ഇങ്ങനെയുള്ള ധനാഗമ മാർഗങ്ങൾ പലതും രൂപപ്പെട്ടു വരുന്നത് സർക്കാരും തിരിച്ചറിയണം, ജനങ്ങളും തിരിച്ചറിയണം. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ സാമ്പത്തിക സ്രോതസ്സുകളും വരുമാനങ്ങളും സർക്കാരുകൾ അന്വേഷണ വിധേയമാക്കണം. 1. 2, ഗവൺമെന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളെ കേൾക്കാതെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ പാടില്ല. ആദ്യത്തെ നോട്ടിഫിക്കേഷനുകളിൽ 10 കിലോമീറ്റർ വരെ ബഫർ സോൺ എന്നുള്ള നിർദ്ദേശമാണ് തന്നത്. 2019 ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിറ്റിങ്ങുകളുടെയൊക്കെ ഫലമായിട്ടാണ് 0 to 1 എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചില ഗുലുമാലുകൾ കണ്ടെത്തേണ്ടതാണ്. മറ്റൊന്നുമല്ല, എറണാകുളം സിറ്റിക്കകത്തുള്ള മംഗളവനത്തിന്റെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകളോ വമ്പന്മാരുടെ സ്ഥാപനങ്ങളോ ഒന്നും ഈ എക്കോ സെൻസിറ്റീവ് സോണിലില്ല. 6 മീറ്ററിന്റെ അപ്പുറത്താണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി അടുത്തൂടെ പോയപ്പോഴത്തന്നെ ഇതിന്റെ അതിര് വളഞ്ഞുപോയി. ഫ്ളാറ്റുകൾ കണ്ടപ്പോൾ എക്കോ സെൻസിറ്റീവ് സോണ് അവിടെ നിന്നും അടിച്ചു നിന്നു, ഇപ്പുറത്തേക്ക് വളച്ചെടുത്തു. ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ജനനേതാക്കളുടെ സ്ഥാപനങ്ങളെയും വൻകിടക്കാരുടെയും കുത്തക പ്രസ്ഥാനങ്ങളെയും ഒക്കെ സ്ഥാപനങ്ങളെയും സംരക്ഷിച്ചിരിക്കുന്നവരാണ് അങ്ങ് മലമേടുകളിൽ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കർഷകന്റെ അവന്റെ കഷ്ടപ്പാടിന്റെ ബാക്കിപത്രമായിട്ടുള്ള അവന്റെ 5ഉം 10ഉം 15ഉം സെന്റ് ഭൂമി വനത്തിനായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് കാട്ടുനീതിയല്ലേ നിതിൻ? ഇതെങ്ങനെയാ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും? ഇതാണോ ജനാധിപത്യം? ഇതാണോ ഭരണം? ഇതാണോ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്? തങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ബോധ്യം കർഷകന് ഉണ്ടാകണം. അത് ഉണ്ടാകാത്തതാണ് രാഷ്ട്രീയ പാർട്ടികളും പരിസ്ഥിതിവാദികളും എല്ലാം നമ്മളെ അടിച്ചു തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെതിരെയുള്ള മുന്നേറ്റമാണ് പ്രിയപ്പെട്ട അലക്സിന്റെയും അതുപോലെയുള്ള ബഹുമാനരായ വ്യക്തികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ ഉണ്ടാകും. ഗവൺമെന്റ് കർഷകർ പറയുന്നത് കേൾക്കാൻ നിർബന്ധിതരാകും. വ്യക്തമാണ്. ശ്രീ ജോൺ പെരുവന്താനം, ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള ഫണ്ടിംഗ് സ്രോതസ്സുകളുടെ ഫണ്ടുകൾ കൈപ്പറ്റുന്നത് ഈ നാട്ടിലെ പല പരിസ്ഥിതി പ്രവർത്തകരുമാണ് എന്നൊരു ആരോപണമാണ് വി സി സെബാസ്റ്റ്യൻ സാറോട് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇവിടെ പരിസ്ഥിതി പ്രവർത്തകരെന്നോ അല്ലാത്തവരെന്നോ തമ്മിലുള്ള ഒരു ചേരിതിരിവിന്റെ ആവശ്യമില്ല. ഈ ഭൂമി നിലനിൽക്കേണ്ടത് മുഴുവൻ മനുഷ്യരുടെ ആവശ്യമാണ്, അല്ലാതെ ഏതെങ്കിലും ആളുകളുടെ മാത്രം ഒരു താല്പര്യമല്ല ഭൂമി നിലനിൽക്കേണ്ടത്. നമുക്ക് ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥയും നമുക്ക് ജീവസന്ധാരണത്തിന് കഴിയുന്നൊരു ആവാസ വ്യവസ്ഥയും നിലനിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അത് പരിസ്ഥിതി പ്രവർത്തകരെന്നോ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ മതപ്രവർത്തകരെന്നോ കർഷകരെന്നോ ഉള്ള വ്യത്യാസമില്ല. ഈ പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇനി ഏതെങ്കിലും പരിസ്ഥിതി പ്രവർത്തകർ ആരുടെയെങ്കിലും ഫണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേര് സഹിതം ഉന്നയിച്ചുകൊണ്ട് ഇന്നയാളുടെ ഫണ്ട് മേടിച്ചുകൊണ്ട് ചെയ്യുന്നുവെന്ന് അവർക്കെതിരെ പറയാം. അതല്ലാതെ ലോകത്തൊട്ടാകെ പരിസ്ഥിതിക്ക് വേണ്ടി കോടിക്കണക്കിന് മനുഷ്യരാണ് സ്വയം സമർപ്പിതരായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ അത്ര ആക്ഷേപമല്ല ഉന്നയിക്കേണ്ടത്. പരിസ്ഥിതി പ്രവർത്തകരുടെ എല്ലാ ഫണ്ട് ഓഡിറ്റ് ചെയ്തോട്ടെ, ഏത് പരിസ്ഥിതി പ്രവർത്തകർക്കാണ് ഫണ്ട് ഉള്ളതെന്ന് പറയട്ടെ, എന്നിട്ട് അവർക്കെതിരെ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പരിസ്ഥിതി സംഘടനയില്ല, ഒരു രജിസ്ട്രേഷൻ ഇല്ല, ഒരു ഫണ്ടും ഇല്ല. ഞാൻ കഴിഞ്ഞ 10-40 വർഷമായി പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നത് ഒരു വിധത്തിലുള്ള ഫണ്ട് ആരോടും വാങ്ങാതെയാണ്. ശ്രീ അലക്സ് ഒഴികയിൽ ഇവിടെ ശ്രീ ജോൺ പെരുവന്താനം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ചുമതലയാണ്. ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് കണക്കാക്കി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും ഒരു ആരോപണം മാത്രമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അന്വേഷിക്കുക എന്നാണ് ശ്രീ വി സി സെബാസ്റ്റ്യനോടും ശ്രീ അലക്സിനോടും ശ്രീ ജോൺ പെരുവന്താനത്ത് പറയാനുള്ളത്. എന്താണ് പ്രതികരണം? പരിസ്ഥിതി സംരക്ഷണം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി പറയുമ്പോൾ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊന്ന് കണ്ണു തുറന്ന് കാണാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത്
കേരളം എന്ന സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിലും ഫോറസ്റ്റ് സംരക്ഷണത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ നിലവിലെ ഫോറസ്റ്റ് കവർ, അതായത് റിസർവ് ഫോറസ്റ്റ് കവർ 30%. ഇന്ത്യ രാജ്യത്തിന്റെ ശരാശരി ആവറേജ് 22 ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാട്ടിലും അത് 20% ഉള്ളൂ. 2030 കൂടി ഇന്ത്യ രാജ്യത്ത് മൊത്തം 30% ഫോറസ്റ്റ് കവർ ഉണ്ടാക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം. കേരളത്തിൽ വർഷങ്ങൾക്ക് മുന്നേ 30% ആയി കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഫോറസ്റ്റ് കവർ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഏറ്റവും അടുത്ത് പുറത്തു വന്ന ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 2019 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഫോറസ്റ്റ് കവർ 54%. അതായത് പകുതിയിൽ കൂടുതൽ ഫോറസ്റ്റ് കവർ നിലവിലുണ്ട്. റിസർവ് ഫോറസ്റ്റ് പ്ലസ് ഫോറസ്ട്രി കവർ, അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി അത് മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്താൽ ഇന്ത്യ രാജ്യത്തെ മേജർ സംസ്ഥാനങ്ങളൊന്നും കേരളത്തിന്റെ 7 വരില്ല. ഓൾ ഇന്ത്യ ശരാശരി 30% ഉള്ളൂ. നമ്മൾ 24% നിലവിൽ കൂടുതലാണ്. അത്രയും വളരെ ശക്തമായിട്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വേറൊരു കാര്യം കൂടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ജനസംഖ്യ എത്രയാണ് എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ ശരാശരി, അതായത് ജനസംഖ്യ ഡെൻസിറ്റി 380 കേരളത്തിന്റെ 860. ഇത്രയും ഏറ്റവും ഇന്ത്യ രാജ്യത്തെ നമ്പർ 2 ആണ് കേരളം ജനസംഖ്യ ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ. ഇത്രയും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തില് 30% റിസർവ് ഫോറസ്റ്റും 54% ട്രീ കവർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് കേരളത്തിലെ മലയാളികളെ സാധാരണക്കാർ പ്രവൃത്തിക്കൊണ്ട് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. അതെ, ശ്രീ അലക്സ് ഒഴികയിൽ ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംരക്ഷകർ നമ്മുടെ കർഷകരാണ്. നമ്മുടെ കർഷകരെ പോലെ നമ്മുടെ മണ്ണിന്റെ മണമറിയുന്ന ഒരു മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നത് വ്യക്തമാണ്. അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, ഇതിനോട് ചേർത്ത് ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഒരു കർഷക സംഘടനകളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്ന ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അനേകം നോട്ടിഫിക്കേഷനുകളോട് താങ്കൾക്ക് എന്ത് തിരുത്തലാണ് നിർദ്ദേശിക്കാനുള്ളത്? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തൊക്കെ പ്രതിവിധികളാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. പ്രിയപ്പെട്ട അലക്സ് പറഞ്ഞ കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ നിതിൻ. മറ്റൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭൂവിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതിൽ വനമേഖല ഏതാണ്ട് 30%, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 29.1%. അത് 11,309.47 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, കേരള സംസ്ഥാനം രൂപപ്പെട്ട ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായ ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിസ്തീർണം കൂടിയിട്ടില്ല. അതേസമയം നമ്മുടെ ജനസംഖ്യയിൽ വന്നിരിക്കുന്ന വർധനവ് നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനസംഖ്യ 1,08,00,000. അത് പിന്നെ 1,35,00,000, 1,68,00,000, 2,13,000, 2,54,000, 2,90,000, 2001 3,18,000, 2011 3,34,00,000 ജനങ്ങൾ വസിക്കുക 2011 സെൻസസ് പ്രകാരം. അതിപ്പോൾ ഏതാണ്ട് 3.5 കോടിയോളമായി. ഈ ജനങ്ങൾ എവിടെ പോയി താമസിക്കും? എവിടെയാണ് ഈ ജനങ്ങൾ താമസിക്കേണ്ടത്? വനമേഖല കൂടിയിട്ടുണ്ട് എന്നുള്ള സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. ഇവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കുവാൻ ഇടം നൽകാതെ പരിസ്ഥിതി മൗലികവാദികൾ പറയുന്ന പരിസ്ഥിതി സംരക്ഷണം എങ്ങനെ നടപ്പിലാക്കും? ഇനി മറ്റൊരു വശവും കൂടിയുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കുന്ന ആരാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് ഒറ്റ വാക്ക് പറഞ്ഞ് തടി തപ്പാം. പരിസ്ഥിതി സംരക്ഷിക്കുന്നവർ മണ്ണിൽ പണിയെടുക്കുന്നവരാണ്, മരം വെച്ച് പിടിപ്പിക്കുന്നവരാണ്, മരം സംരക്ഷിക്കുന്നവരാണ്, കൃഷി നടത്തുന്നവരാണ്. അവരാണ് യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷകരല്ലേ, പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളൊന്നുമല്ല. ഇന്റർനാഷണൽ ഏജൻസികളിൽ നിന്ന് പണം പറ്റുന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ വമ്പൻ സ്രാവുകളായിട്ട് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ജോണൊക്കെ വെറും പരലുകൾ മാത്രമാണ്. അവരെയൊക്കെ ഒരുപക്ഷെ ഉപകരണങ്ങളാക്കി നേട്ടം കൊയ്യുന്നത് ഇതുപോലുള്ള വമ്പൻ പ്രസ്ഥാനങ്ങളാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇവിടെ നമ്മൾ 5,000 രൂപയും 10,000 രൂപയും കൈക്കൂലി വാങ്ങിക്കുന്ന വലിയ ഓഫീസർമാരെയും തഹസിൽദാർമാരെയും ഒക്കെ പറഞ്ഞുകൊണ്ട് കേസുകൾ വരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ കൈക്കൂലി വാങ്ങിച്ചെന്നും പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും കടത്തി വെട്ടുന്ന വമ്പൻ സ്രാവുകളാണ് പരിസ്ഥിതി
പ്രസ്ഥാനങ്ങൾ, NGO-കൾ, പരിസ്ഥിതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഇന്റർനാഷണൽ ഏജൻസിയിൽ നിന്ന് പണം പറ്റുന്ന ഏജൻസികൾ ഉള്ളത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുക. ഇപ്പോൾ എന്താണ് വേണ്ടത്? ഒന്ന്, ബഫർ സോൺ വനത്തിനുള്ളിൽ നിജപ്പെടുത്തണം. അത് പുറത്തേക്ക് ഇറക്കാൻ പറ്റത്തില്ല. പുറത്തേത് റവന്യൂ ഭൂമിയാണ്, കൃഷിഭൂമിയാണ്. വനത്തിനുള്ളിൽ ജണ്ടയിട്ട് തിരിച്ചിരിക്കുന്ന പ്രദേശത്തിനുള്ളിൽ വനം വകുപ്പ് എന്തും ചെയ്തോട്ടെ. പക്ഷെ വേറെ ഉത്തരവാദിത്വം കൂടിയുണ്ട് വനം വകുപ്പിന്. വനത്തിലെ മൃഗങ്ങളെയും ആ വനത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുവാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരത് നടപ്പിലാക്കണം. കൃഷിയിടങ്ങളിലേക്ക് യാതൊരു കാരണവശാലും ബഫർ സോൺ കൊണ്ടുവരുവാൻ കർഷകരെ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇവിടെ ജീവിക്കണ്ടേ. സ്വന്തം കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റിയെടുക്കണമെന്ന് നിയമം ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് ന്യായമാണുള്ളത്? ജണ്ടയിട്ട് തിരിച്ചിരിക്കുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്ക് ബഫർ സോണുമായിട്ട് സർക്കാർ സംവിധാനങ്ങളോ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ വരാൻ പാടില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും കർഷക സംരക്ഷകരായിട്ടാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്നാ? കർഷകന്റെ കൃഷിഭൂമിയിൽ നിന്ന് വനത്തിനുള്ളിലേക്ക് ഈ പറയുന്ന 0 to 1 ചതുരശ്ര കിലോമീറ്റർ ബഫർ സോൺ തരട്ടെ. കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ബഫർ സോൺ. മൃഗങ്ങൾ ഇങ്ങോട്ട് വരാതെ, മനുഷ്യനെ കൊന്നു കുഴിച്ചു മൂടാതെ, കടിച്ചു കീറാതെ, മനുഷ്യനും അവന്റെ കൃഷി സ്ഥലങ്ങൾക്കും സംരക്ഷണം നൽകട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വനത്തിന്റെ ഉള്ളിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ബഫർ സോൺ വേണമെന്നുള്ള ആശയമാണ്. അതെ, വളരെ വളരെ പോസിറ്റീവ് നിർദ്ദേശമാണ്. അതായത് ഇതുവരെ നമ്മുടെ ചർച്ചകളിലൊക്കെ വന്നത് ഈ വനത്തിനു വേണ്ടിയുള്ള ബഫർ സോൺ. പക്ഷെ ശ്രീ VC സെബാസ്റ്റ്യനോട് പറഞ്ഞിരിക്കുന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ബഫർ സോൺ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒരു ആശയമാണ് പറഞ്ഞത്. ശ്രീ അലക്സ് ഒഴികയിൽ നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കിഫ എന്തൊക്കെ രീതിയിലുള്ള സമരങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുക? ഈ ഒരു കാര്യം നടപ്പാകാനിരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അല്ലെങ്കിൽ ഈ കർഷക പ്രതിഷേധങ്ങൾ കൊണ്ട് ഈ വിഷയത്തിൽ മറ്റൊരു തീരുമാനം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും മറ്റൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ആദ്യം പറയട്ടെ, കിഫ മാത്രമല്ല ഇതിൽ സമരം ചെയ്യുന്നത്. നമ്മൾ VC സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ അടക്കമുള്ള നിരവധി കർഷക സംഘടനകൾ ഇതിൽ സമരം ചെയ്യുന്നുണ്ട്. ആരും ഒറ്റയ്ക്കല്ല. എല്ലാവിധ കർഷക സംഘടനകളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ കർഷക സംഘടനകൾ സംഘടിതമാണോ ശ്രീ അലക്സ്? നിങ്ങൾക്ക് തമ്മിൽ ഒരു ഐക്യമുണ്ടോ? എല്ലാവരും തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണ ഒരു സംവിധാനം നമ്മുടെ ഉണ്ടോ? അതും ഈ ചർച്ചയിൽ ഭാഗമാകേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന പല സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരമാവധി അതിന് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫലമായിട്ട് അതിന്റെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് മലബാർ വന്യജീവി സങ്കേതത്തിനെതിരെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ എല്ലാ കർഷക സംഘടനകളും യോജിച്ചാണ് സമരം ചെയ്തത്. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി TP രാമകൃഷ്ണൻ അടക്കം ഈ പറയുന്ന സംഘടനകളുമായിട്ട് ചർച്ചയ്ക്ക് വരികയും അതിൽ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി കൊടുക്കാമെന്ന് വാക്കാൽ ഒരു ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ ആ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് കേരള സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് ഇതിലൊരു പുനരാലോചന നടത്താം, അല്ലെങ്കിൽ ഈ കർഷകരെയൊക്കെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്നൊരു നിലപാടാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇടതുപക്ഷ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ നമുക്കിത് ആശ്വസിക്കാനുള്ള വക തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് വളരെ മുമ്പേ എടുക്കേണ്ട ഒരു നിലപാടായിരുന്നു. ഈ വൈകിയ വേളയിലെങ്കിലും സർക്കാർ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷെ അത് രേഖാമൂലം നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. പത്രസമ്മേളനം നടത്തിയാൽ മാത്രം പോരാ. രേഖാമൂലം അങ്ങനെ ഒരു സംഭവം ആർക്കും കിട്ടിയിട്ടില്ല, കർഷക പ്രതിനിധികൾ കിട്ടിയിട്ടില്ല. അങ്ങനെയാണോ? ഇല്ല, കിട്ടിയിട്ടില്ല. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഗസറ്റിൽ ഇറങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിലെ ഗസറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം. അത് മാറണമെങ്കിൽ പുതിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരണം. മന്ത്രി പ്രസ്താവന ഇറക്കിയത് കൊണ്ടോ DFO പറഞ്ഞുകൊണ്ടോ ഇത് മാറില്ല. അപ്പോൾ കേരള ഗവൺമെന്റ് പുതിയ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇറക്കിയിരിക്കുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കി പുതിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങണം. എങ്കിലും ഇതിനൊരു പരിസമാപ്തിയായി നമുക്ക് പറയാൻ പറ്റും. പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിൽ മലയോര ജനതയുടെ ജീവിതത്തിൽ കൂടുതൽ നിരോധനങ്ങൾ ഏർപ്പെടുത്തി സാവധാനം അവരെ കുടിയിറക്കാനുള്ള തന്ത്രമാണോ ഇത്തരം ബഫർ സോൺ പ്രഖ്യാപനങ്ങൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കർഷകരെയും ജനവാസ മേഖലകളെയും ഒഴിവാക്കിക്കൊണ്ട് വനമേഖലയിൽ മാത്രം ബഫർ സോൺ പരിമിതപ്പെടുത്തണമെന്ന കർഷകരുടെ നിർദ്ദേശത്തെ സ്വീകരിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകരുടെ ശബ്ദം, മലയോര ജനതയുടെ ആശങ്കകൾക്ക് പരിഹരിക്കുവാൻ എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഒപ്പം
അവരുടെ ആശങ്കകൾ സംവിധാനങ്ങളെ അറിയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷെക്കീന ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ശ്രീ അലക്സ് ഒഴികയിൽ, ഒപ്പം ടെലിഫോണിൽ പങ്കുചേർന്ന ബിഷപ്പ് ജോസ് പുളിക്കൽ, ശ്രീ ജോൺ പെരുവന്താനം, 4 പേർക്കും നന്ദി.